ഏത് അന്വേഷണത്തെയും നേരിടുവാൻ ഒരുക്കമാണെന്ന് കൌൺസിലർ മൻസൂർ. അജണ്ട കൊണ്ടുവന്ന് തന്നെ ഭയപ്പെടുത്താമെന്നാരും കരുതേണ്ടെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മൻസൂർ പറഞ്ഞു. നഗരസഭയിലുള്ളവർക്ക് എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് തനിക്കറിയാമെന്നും പണം വകമാറ്റി ചിലവഴിച്ച മാന്യന്മാർ ആരാണെന്ന് തനിക്കറിയാമെന്നും മൻസൂർ വ്യക്തമാക്കി. ഞാനതിനെ ഈ അന്വേഷണത്തിന് സ്വാഗതം ചെയ്യാണ്. അതിനൊന്നും ഞാൻ വിയോജിപ്പില്ല. കാരണം എനിക്കറിയാം ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് ആലോചനയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ചെയർമാനെ ഇങ്ങനെ ഒരു അജണ്ട വന്നു എന്ന് കരുതിയിട്ട് പിന്നെ തൂക്കിക്കൊല്ലാനൊന്നും ഇരിക്കൂലല്ലോ. മുനിസിപ്പൽ ചെയർമാൻ അജണ്ട കൊണ്ടുവന്നത് അതിനാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളീം, ഇത് ജൻസ് വേറെയാണ്. നിങ്ങൾ മിരട്ടി അജണ്ട കൊണ്ടുവരുമ്പത്തിന് ഞാൻ അങ്ങനെ പേടിച്ചോടുന്നതാണ് നിങ്ങളെ ധാരണ. നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എനിക്കെതിരെ നിങ്ങൾ ഈ അജണ്ട കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്തേ 20 കോടി രൂപയല്ലേ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി റൂറൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊടുത്തത്? അത് നമ്മളെന്തേ നിങ്ങൾ കള്ള കച്ചവടത്തിനാണ് അതിൽ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഭൂമി കച്ചവടത്തിന് നിങ്ങൾ സ്ഥലം വാങ്ങാൻ ഏക്കർ കണക്കിന് നിന്നല്ലോ. ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങൾ എതിർത്തു. CPM വന്നെതിർക്കും. മൻസൂർ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി, അങ്ങനെ അജണ്ട കൊണ്ടുവന്നിട്ട് ഇന്നൊന്നും മിരട്ടാനൊന്നും ചെയർമാൻ നിങ്ങൾ അതിന്റെ വലുപ്പങ്ങളായിട്ടില്ല. അതൊക്കെ നിങ്ങൾ വിജിലൻസ് അല്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഇത് തെളിയിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലായിക്കോളൂ. നിങ്ങളത് തെളിയിക്കും. നിങ്ങളിപ്പോ വിജിലൻസ് അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു കാറ്ററിംഗ് തൊഴിലാളിയാണ് ഞാൻ. ഇവിടെ ഒരു ഏർപ്പാടുമില്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ പല സൗകര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഒരു ദിവസം കയറി വരിക, സ്റ്റെപ്പ് കയറി വരിക. അപ്പൊ എന്നോട് നിങ്ങൾ കരാറുകാരന്റെ പരാതിയാണല്ലോ ഇപ്പോൾ വായിച്ചത്. ഒരു കരാറുകാരൻ എന്നോട് ചോദിച്ചു, അല്ല ഏതെങ്കിലും കൌൺസിലർക്ക് ഇനി കുട്ടികളെ കെട്ടിക്കാണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ തമാശക്കാണെന്ന് ചെയ്ത് ഞാനൊന്നും ഉണ്ടായിരുന്നു. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ കരാറുകാരന് എങ്ങനെയാണ് ഇതിപ്പോ ചോദിച്ചത് പറയട്ടെ. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു കൌൺസിലറുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പിരിച്ചതിന്റെ കണക്ക് നിങ്ങൾക്കറിയില്ല അല്ലേ? നിങ്ങൾക്കറിയില്ല. ആ രൂപത്തിൽ എനിക്കൊരു തൊഴിലുണ്ട്. ആ തൊഴിൽ കൊണ്ട് എന്റെ വരുമാനം, എന്റെ സാമ്പത്തിക ഞാൻ പോകും. അതൊന്നും അന്വേഷിക്കണമെങ്കിൽ അതിന് അന്വേഷിക്കേണ്ട വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അതിനൊന്നും നിങ്ങൾ വലുപ്പമായിട്ടില്ല എന്നുള്ളതുള്ളൂ. ഏത് അന്വേഷണത്തിനെയും നേരിടാൻ മൻസൂർ തയ്യാറാണ്. ചെയ്യൂ. ഈ കാര്യത്തില് ഇതില് ചെയർമാന്റെ വലിപ്പടക്കാനോ അല്ലെങ്കിൽ മൻസൂർ കുറച്ച് വലിപ്പം കൂടിയതോ അതല്ല ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച കിട്ടിയ പരാതി വിജിലൻസിന് ശുപാർശ ചെയ്ത് ഉത്തരവായിട്ടുണ്ട്. ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കാറ്ററിംഗ് നടത്തിയാണ് താൻ ജീവിക്കുന്നത്. സാമ്പത്തിക സ്രോതസ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും മൻസൂർ പറഞ്ഞു.